നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അസുരഗണത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ സമ്മിശ്രമായ ഫലത്തെക്കുറിച്ചാണ്. ഗണങ്ങൾ 3 വിധമാണ്: ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നിങ്ങനെ. വിവാഹ കാര്യങ്ങൾക്ക് ഇവ വളരെ പ്രാധാന്യമുള്ളവയുമാണ്. ഗണമൊന്നായാൽ ഗുണം 10 എന്നൊരു പഴഞ്ചൊല്ലുമുണ്ട്. അസുരഗണ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം എന്നീ 9 നക്ഷത്രങ്ങൾ അസുരഗണ നക്ഷത്രങ്ങളാകുന്നു. സ്ത്രീ പുരുഷന്മാർ ഒരേ ഗണത്തിൽ പെട്ടവയാണെങ്കിൽ ഉത്തമവും, അസുരഗണത്തിൽ ജനിച്ച പുരുഷന് മനുഷ്യഗണത്തിൽ ജനിച്ച സ്ത്രീ മധ്യമമാണ്. ദേവഗണവും അസുരഗണവും ചേർന്നാൽ അധമമാകുന്നു. ഈ ഗണക്കാർക്ക് തൻ്റെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇടപെടുന്നവരെ ഇവർ വാക്കുകൾ കൊണ്ട് കൈകാര്യം ചെയ്യും. മറ്റുള്ളവരെ ഇവർ ഉപദേശിക്കുന്നവരാണ്. പക്ഷേ സ്വന്തം കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഏതു കാര്യത്തിലും പ്രതികരിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഒരു കാര്യത്തിനു വേണ്ടി ഇവർ ഇറങ്ങിത്തിരിച്ചാൽ അതിൽ വിജയം കണ്ടേ ഇവർ പിന്മാറുകയുള്ളൂ. പെട്ടെന്ന് ദേഷ്യമുണ്ടാകുകയും പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ. എത്ര പരാജയമുണ്ടായാലും തളരാതെ പോരാടി നിൽക്കുന്നവരും എപ്പോഴും ശത്രുക്കൾ വന്നു ഭവിക്കുന്നവരും ആരെയും വകവയ്ക്കാത്തവരുമാണ്. സ്നേഹിക്കുന്നവരെ അഗാധമായി സ്നേഹിക്കുകയും വിരോധികളെ അങ്ങേയറ്റം വെറുക്കുന്നവരുമാണ് ഇവർ. ഇവരെ വെറുക്കുന്ന ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ഉണ്ടാകും. പക്ഷേ പിൽക്കാലത്ത് അവരൊക്കെ ഇവരെ തേടിയെത്തുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നവരുമാണ്. എടുത്തടിച്ച രീതിയിൽ സംസാരിക്കുന്നവരും തൻ്റെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിവുള്ളവരുമാണ്. മാംസാഹാരത്തോട് താല്പര്യം കൂടിയവരും സസ്യാഹാരത്തോട് താല്പര്യം കുറഞ്ഞവരുമാണ്. എപ്പോഴും ഭരണം ആഗ്രഹിക്കുന്നവരും എടുത്തുചാട്ടം കൂടിയവരും പണത്തോട് കൂടുതൽ ആഗ്രഹമുള്ളവരും സ്വാർത്ഥന്മാരും യുക്തിവാദം കൂടുതൽ പറയുന്നവരുമാണ് ഈ ഗണക്കാർ.